ഹായ് നമസ്കാരം, ഏവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പേര് പോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സ്റ്റഡിയാണ്. എന്നിരുന്നാലും സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മളതിൻ്റെ ബേസിക് ലെവലിൽ നിന്നാണ്. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ പറയേണ്ട ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് വൈ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എമേർജ്ഡ്. എന്തുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നിലവിൽ വന്നു? ഓൾറെഡി വി ഹാവ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് കോസ്റ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നിലവിൽ വന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ചില ലിമിറ്റേഷൻസ് പ്രകാരം നിലവിൽ വന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഓവറാൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓവറാൾ എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിലിറ്റിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഡീറ്റെയിൽഡ് ഒരു ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ഓരോ ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഏരിയാസും അവർക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണം. സോ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻസ് മാനേജ്മെൻറ്റിന് എടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫെയിൽ ആയിട്ടുണ്ട്. അങ്ങനെ നിലവിൽ വന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫേസ് ആയിട്ട് നിലവിൽ വന്ന ഒരു സിസ്റ്റമാണ്, സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു മാനുഫാക്ചറിങ് കൺസേൺസ് 3 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എ പ്രോഡക്റ്റ്, ബി പ്രോഡക്റ്റ്, സി പ്രോഡക്റ്റ്. 3 പ്രോഡക്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എ എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ദെൻ ബി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഒരു 50,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാവുകയാണ്. ഇനി സി എന്ന് പറയുന്ന പ്രോഡക്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ലോസ് ആണ് ഉണ്ടാകുന്നത്, ഒരു 50,000 റുപ്പീസ് ലോസ് ആണ് ഉണ്ടാകുന്നത്. സോ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു അഗ്രിഗേറ്റ് പ്രോഫിറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അഗ്രിഗേറ്റ് പ്രോഫിറ്റ് ആയിട്ട് 1,50,000 പ്ലസ് 50,000 ആഡ് ചെയ്യുന്നു. സോ 2 lakh. 2 lakhനോടൊപ്പം എന്ത് ചെയ്യുന്നു, 2 lakhനോടൊപ്പം എന്ത് ചെയ്യുന്നു, ഈ 50,000 ലെസ് ചെയ്യുന്നു അല്ലേ. 2 lakh ലെസ് ചെയ്ത് 1,50,000 റുപ്പീസ് ആയിരിക്കും ഒരു അഗ്രിഗേറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ സി എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് എ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റായ 1,50,000, ബി എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റായ 50,000. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്കൊരു 2 lakh റുപ്പീസ് നമുക്ക് ഉണ്ടാകുമായിരുന്നു, പ്രോഫിറ്റ് ഉണ്ടാകുമായിരുന്നു. സി എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്കൊരു ലോസാണ് ഉണ്ടായത്, നമ്മുടെ പ്രോഫിറ്റ് അത്രയും കണ്ട് കുറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് ഒരു ഡിസിഷൻ എടുക്കാമായിരുന്നു. ഐദർ ഡിസ്കണ്ടിന്യൂ ദ ഓപ്പറേഷൻസ് ഓഫ് സി എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് നിർത്തിവെക്കാം, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റിനുണ്ടായ ഈ ഒരു ലോസിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് സ്റ്റെപ്പുകൾ എടുക്കാമായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ മാനേജ്മെൻറ്റിന് ഇങ്ങനെയുള്ള ക്രൂഷ്യൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ക്രൂഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല ഏരിയാസും മാനേജ്മെൻറ്റ് നമ്മുടെ ഓർഗനൈസേഷനുള്ളിലെ പല ഏരിയാസിലും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് പ്രൊഡക്റ്റീവ് ലെവലിലോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ന്യൂ സെറ്റ് ഓഫ് പോളിസീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് വരുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആവശ്യമായി വന്നു. അങ്ങനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് തന്നെ ഒരു അഡ്വാൻസ്ഡ് ഫേസിൽ വന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയുടെ മെയിൻ ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത് പറയുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ അല്ലേ. ഇപ്പോഴുള്ള നമ്മുടെ പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻസ് എന്നൊക്കെ പറയുന്നത് ലാർജ് സ്കെയിലാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള
റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. സോ അതിനെ നമ്മൾ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് അത്രയും കണ്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്കേഴ്സ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെൻ ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ആയിക്കോട്ടെ, അതെല്ലാം സ്കേഴ്സ് ആയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മാക്സിമം വേസ്റ്റേജ് കുറച്ചുകൊണ്ട് നമ്മുടെ ഐഡിയലായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പ്രൊഡക്റ്റീവ് ഏരിയാസിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ അത്രയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് അത്രയും കണ്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒബ്വിയസ്ലി നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കട്ട് ത്രോട്ട് കോമ്പറ്റീഷനാണ്. ഏതൊരു പ്രോഡക്റ്റും അല്ലെങ്കിൽ ഒരു സർവീസിനും നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട്. സോ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു സെനാരിയോ ഉള്ള സമയത്ത് നമ്മുടെ മാനേജ്മെൻറ്റ് നമ്മുടെ കോസ്റ്റ് മാക്സിമം കൺട്രോൾ ചെയ്യണം, അല്ലെ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റ് മാക്സിമം കൺട്രോൾ ചെയ്യണം. മെന്നിലും മെറ്റീരിയൽസിലും അല്ല ഡിഫറെൻറ്റ് ലെവൽസിലുള്ള വേസ്റ്റേജ് നമ്മൾ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യണം, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യണം. So for cost control and fixation of selling price in large organization need the application a new set of principles of accounting. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് വെച്ചുകൊണ്ടോ നമുക്കൊരിക്കലും ഈ പുതിയ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ നമ്മുടെ മോഡേൺ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് ഒരു ന്യൂ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നമുക്ക് ആവശ്യമായി വന്നു. അങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നത്, എമേർജ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എമേർജ് ചെയ്ത് വന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ഇനി നമ്മൾ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ബേസിക് ടേംസ് ആണ്. അതായത് അതിൻ്റെ കുറച്ച് ഫൗണ്ടേഷനാണ്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ ബേസിക് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് കോസ്റ്റ്, കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻസി. ഇതിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്നൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാം ഏകദേശം ഈക്വലായിട്ട് തന്നെ തോന്നും, അല്ലേ, എല്ലാം സിമിലർ ആയിട്ട് തന്നെ തോന്നും. അല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് കോസ്റ്റ്, വാട്ട് യു മീൻ ബൈ കോസ്റ്റ്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്, അല്ലേ, അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. കോസ്റ്റിനെ അക്കൗണ്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. സോ നമ്മൾ എന്താണ് കോസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം. The amount of expenditure incurred on or attributable to a specified thing or activity. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു വസ്തുവിന്മേലോ ഒരു പ്രവൃത്തിയിന്മേലോ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ എക്സ്പെൻഡിച്ചേഴ്സിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ പറയുന്ന ഒരു വേർഡാണ് കോസ്റ്റ്. ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് പ്രോഡക്റ്റ് മാത്രമല്ല, റെൻഡറിങ് ഓഫ് സർവീസോ, അല്ലേ, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടോ സർവീസ് റെൻഡർ ചെയ്തുകൊണ്ടോ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന കോസ്റ്റിനെ എല്ലാത്തിനെയും അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻഡിച്ചേഴ്സിനെയും നമ്മൾ പറയുന്ന ഒരു വേർഡാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിലെ കോസ്റ്റ് എന്ന് പറയുന്നത്, കോസ്റ്റ് ഇൻവോൾവ്സ് എക്സ്പെൻഡിച്ചേഴ്സ് അണ്ടർ വേരിയസ് ഹെഡ്സ് ലൈക്ക് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ് എക്സെട്ര. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനുള്ളിൽ ഒരു മാനുഫാക്ചറിങ് കൺസേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പെന്നാണ്. ഒരു പെന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒരു പെന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ റോ മെറ്റീരിയൽസ് വേണം, അല്ലേ. അപ്പോൾ ആ ഒരു റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റിൽ നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും. ഈ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്താൽ മാത്രം മതിയോ? അല്ല, നമുക്ക് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അറിയാവുന്ന സ്കിൽഡ് വർക്കേഴ്സ് വേണം, അല്ലേ. അപ്പോൾ നമ്മൾ സ്കിൽഡ് വർക്കേഴ്സ്, ലേബേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ മെറ്റീരിയൽസായി, ലേബറായി. ഇനി മെറ്റീരിയൽ ലേബറും വെച്ച് മാത്രം നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കണം, നമുക്കൊരു പ്രൊഡക്ഷൻ ബിൽഡിംഗ് ഉണ്ടായിരിക്കണം. ആ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് ആവശ്യമായ മെഷീനറീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, അല്ലേ, ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബിൽഡിംഗ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് റെൻറ്റിനാണ് എടുത്ത് റെൻറ്റഡ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ റെൻ്റ് ഉണ്ടാവും, ടാക്സ്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം നമുക്കുണ്ടാവും, അല്ലേ. മെഷീനറീസും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ എക്സ്പെൻസുകളും ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിൽ ഇൻക്ലൂഡഡ് ആവുന്ന ഐറ്റംസാണ്. അത് മെറ്റീരിയൽ കോസ്റ്റ് ആയിക്കോട്ടെ, ലേബർ കോസ്റ്റ് ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസുകളായിക്കോട്ടെ. ഈ എല്ലാ മെറ്റീരിയൽ കോസ്റ്റിനെയും ലേബർ കോസ്റ്റിനെയും അല്ലെങ്കിൽ ഈ എക്സ്പെൻസിനെയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടോട്ടൽ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഈ ഒരു കോസ്റ്റിൻ്റെ നമുക്ക് പെർ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തിനാണ് നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്? അതായത് ഒരു
ബിൽഡിങ്ങിനുള്ളിൽ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ നമ്മളൊരു 10,000 പെൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് 10,000 പ്രോഡക്റ്റ് പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലേബേഴ്സിനെ നമ്മൾ അക്വയർ ചെയ്യും. സോ ലേബേഴ്സും 10,000 പ്രോഡക്റ്റ് പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ലേബേഴ്സ് അവിടെ വർക്ക് ചെയ്യുക. സോ അവിടെ ഉണ്ടാകുന്ന എക്സ്പെൻസും അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്ന എക്സ്പെൻസും ഈ ഒരു 10,000 പെന്നിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് 10,000 ആയിട്ട് തന്നെയാണോ നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്നത്? അല്ല, അല്ലേ? ഓരോ പ്രോഡക്റ്റ് വൈസ് ആയിരിക്കും നമ്മൾ വിൽക്കുന്നത്. സോ ഓരോ പെന്നിൻ്റെയും കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടായിരുന്നു, ലേബർ ഉണ്ടായിരുന്നു, എക്സ്പെൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇതിനെയാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ 10,000 യൂണിറ്റിനും ഉള്ളതാണ്. അപ്പോൾ ഈ 10,000 യൂണിറ്റിന് ഉണ്ടായ ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ നമ്മൾ ഓരോ യൂണിറ്റിനായിട്ട് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഓരോ പെന്നിൻ്റെയും നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു സെല്ലിംഗ് പ്രൈസ്, നമ്മുടെ റീസണബിൾ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോർമലായിട്ടുള്ള ഒരു കേസിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനുള്ളിൽ ഒരു പ്രോഡക്റ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, പെൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളൊരു 10,000 പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുണ്ടായ കോസ്റ്റും ഒരു 5,000 റുപ്പീസും നമുക്ക് കോസ്റ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നോർമലി ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. നമുക്ക് എത്രയാണോ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അവിടെ ഒരു പ്രോഡക്റ്റിലേ ഉള്ളൂ, 10,000 പെന്നാണ് നമുക്കവിടെ ഉണ്ടായത്. സോ ഈ ഒരു ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടി, അല്ലേ? ഇത് നോർമൽ കേസ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴുള്ള മോഡേൺ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലൊന്നും വൺ പ്രോഡക്റ്റ് ആയിരിക്കില്ല അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു പെന്നിനോടൊപ്പം ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു എറേസറോ ഒരു ഷാർപ്പനറോ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അല്ലേ? അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇതേപോലെയുള്ള 4-5 പ്രോഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഉണ്ടായ കോസ്റ്റ്, അവിടെ ഒരു ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പെന്നിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, പെൻസിലിനും എറേസറിനും ഷാർപ്പനറിനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നതിന് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സുകളും മെത്തേഡ്സുകളും ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും ആ ഒരു കോംപ്ലക്സിറ്റിയെ നമ്മളൊന്ന് ഈസി ആക്കിയിട്ട് വേണം നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം തന്നെ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോസ്റ്റിംഗ്. എന്താണ് കോസ്റ്റിംഗ്? കോസ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഒരു പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഇൻകർ ചെയ്ത ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കോസ്റ്റ് എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത് പറയുന്നത് കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ദ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ആ ഒരു ഓർഗനൈസേഷനിലെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം ടെക്നിക്കുകളാണോ മെത്തേഡുകളാണോ യൂസ് ചെയ്തത്, ഈ ടെക്നിക്കുകളും മെത്തേഡ്സുകളും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടായിരിക്കും, ഒരു റൂൾസ് ഒക്കെ ഉണ്ടായിരിക്കും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ആയിരിക്കത്തില്ല വേറൊരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, അതിൻ്റെ കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്സ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ നേച്ചർ അനുസരിച്ചുകൊണ്ട് ഡിഫറൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് ഒന്ന് തന്നെയുള്ളൂ, അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. അതുപോലെ തന്നെ ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക, അതുപോലെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കോസ്റ്റിങ്ങിൻ്റെയും മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ കോസ്റ്റ് പറഞ്ഞു, കോസ്റ്റിംഗ് പറഞ്ഞു, ഇനി നമ്മുടെ സബ്ജക്റ്റിലോട്ട് വന്നു കോസ്റ്റ് അക്കൗണ്ടിങ്.
കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം അക്കൗണ്ടിങ് ഫോർ കോസ്റ്റിനെ അക്കൗണ്ട് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ, അക്യുമുലേഷൻ, അസൈൻമെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് കോസ്റ്റ്. അല്ലേ? The establishment of budget, standard cost and actual cost of operations, processes, activities or products, and analysis of variances, profitability or the social use of funds. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് കോസ്റ്റിങ്ങിൽ നമ്മൾ പറഞ്ഞത് കോസ്റ്റിനെ ടെക്നിക്സുകളും മെത്തേഡ്സുകളും യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. അവിടെ എന്ത് ചെയ്യാണ്? നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നു, ദെൻ അതിനെ എവിടെയാണോ ഏരിയ അവിടെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നു, ദെൻ അതിനെ അക്യുമുലേറ്റ് ചെയ്യുന്ന നമുക്ക് ഉണ്ടായി വരുന്ന കോസ്റ്റിനെ നമ്മൾ എവിടെയാണോ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇത് പറയുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട് അല്ലേ? കോസ്റ്റ് മാത്രമല്ല, ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻകം കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് അവിടെ എക്സ്പെൻസിനോടൊപ്പം. ബഡ്ജറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ ഫിക്സ് ചെയ്യുന്നുണ്ട്, ദെൻ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്, പ്രോസസ് ആയാലും ആക്ടിവിറ്റി ആയാലും പ്രോഡക്ട്സ് ആയാലും, ആൻഡ് ഫോർ ദ അനാലിസിസ് ഓഫ് വേരിയൻസ്. അപ്പോൾ കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നതും കോസ്റ്റ് അക്കൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. കോസ്റ്റ് അനാലിസിസ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ കോസ്റ്റ് ഉണ്ടാകും, അതിനെയാണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആക്ച്വൽ കോസ്റ്റ് ഉണ്ടാകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? പ്രീ ഡിറ്റർമിൻ ചെയ്ത് വയ്ക്കും. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ ഈ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റായി ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ച്വൽ കോസ്റ്റ് ഇൻകർ ചെയ്തതിന് ശേഷം അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു ടു ഫൈൻഡ് ഔട്ട് ദ ഡീവിയേഷൻസ് എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. ഈ കിട്ടിയ നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫേവറബിൾ കണ്ടീഷനാണ് അല്ലേ? നമുക്ക് കോസ്റ്റ് സ്റ്റാൻഡേർഡിന് മുകളിൽ പോവാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ഫേവറബിൾ കണ്ടീഷനാണ്. ഇനി അതല്ല, അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കറക്റ്റീവ് സ്റ്റെപ്പുകൾ എടുത്തിരിക്കണം അല്ലേ? സോ ഈ ഒരു കോസ്റ്റ് അനാലിസിസും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. അതായത് കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്ത് കൺട്രോൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണെന്നാണ്. കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടൻസിയും ഒരുപോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി വൈഡറായിട്ടുള്ള ഒരു സെൻസാണ് കോസ്റ്റ് അക്കൗണ്ടൻസിക്കുള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ്. അവിടെ നമ്മൾ ബഡ്ജറ്റുകളും സ്റ്റാൻഡേർഡ് കോസ്റ്റുകളും ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു അനാലിസിസ് നടത്തി പ്രോഫിറ്റബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടൻസി വരുമ്പം അത് മാത്രമല്ല, കോസ്റ്റ് അക്കൗണ്ടൻസി വരുമ്പോൾ അവിടെ കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്കുകളും പ്രിൻസിപ്പിളും അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്കുകളും പ്രിൻസിപ്പിളും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എവിടെ അപ്ലൈ ചെയ്യുന്നു? നമ്മുടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോസ്റ്റിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ടെക്നിക്സുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യുന്നു, പിന്നെ മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയും വരുന്ന ആ ഒരു വലിയ ഏരിയയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇനി പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസി ആ ഒരു ഏരിയ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റിംഗ് ആണ്. ഒബ്വിയസ്ലി കോസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു, കോസ്റ്റ് അക്കൗണ്ടിങ് പറഞ്ഞു, ദെൻ കോസ്റ്റ് കൺട്രോൾ അല്ലേ? കോസ്റ്റ് കൺട്രോൾ നമ്മുടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്താൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വേറൊരു ഏരിയയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ? ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമല്ല ഇൻകത്തിനും കൂടി റവന്യൂവിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രീവിയസ് ആയിട്ട് പ്ലാൻ ചെയ്ത് വയ്ക്കുന്നു. അവിടെ ബഡ്ജറ്ററി കൺട്രോൾ നടക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഡിറ്റ് ആണ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ വെരിഫൈ ചെയ്യാണ്. അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു റൂൾസോ പ്രിൻസിപ്പിൾസിൻ്റെയും ബേസിൽ തന്നെയാണോ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കുറച്ച് ബേസിക് ടേംസ് ആയിരുന്നു. കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണെന്ന് പറഞ്ഞു.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഒരു ഓർഗനൈസേഷനുള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ലക്ഷ്യങ്ങളുണ്ടായിരിക്കും അല്ലേ. ഇതിനു മുന്നേ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഈ എല്ലാ ഓർഗനൈസേഷനും കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. നോർമലായിട്ട് മാനുഫാക്ചറിങ് കൺസേൺസ് ആയിരിക്കും അല്ലെ, പ്രൊഡക്ഷനോ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് കൺസേൺസ് ആയിരിക്കും. അതും ലാർജ് ബിസിനസ്, ലാർജ് ഓർഗനൈസേഷൻസ് ആയിരിക്കും ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമലായിട്ടുള്ള കേസിലെല്ലാം ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. എൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഓൺലി ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻസിന് മാത്രമേ ഇത് അഫോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പറയുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് കോസ്റ്റ് അസർടൈൻമെൻറ്റ് തന്നെയാണ്. കോസ്റ്റ് അസർടൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് കോസ്റ്റ് അസർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോലെ തന്നെ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അസർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. നമ്മൾ കോസ്റ്റ് അസർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് എന്ത് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് അല്ലെ, ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ പെർ യൂണിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ കോസ്റ്റിനോടൊപ്പം ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടി ചേർന്നിട്ട് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അപ്പോൾ ഫസ്റ്റ് കോസ്റ്റ് അസർടൈൻമെൻ്റ് ആണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് അസർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് നടത്താൻ പറ്റും. ദെൻ തേർഡ് വൺ പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എവറി യൂണിറ്റ്, ജോബ്, ഓപ്പറേഷൻ എക്സെട്ര ആൻഡ് ടു ഡെവലപ്പ് കോസ്റ്റ് സ്റ്റാൻഡേർഡ്സ് അല്ലേ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ ജോബിൻ്റെയും ഓരോ പ്രവർത്തനത്തിൻ്റെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ. അതായത് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സോ ഈ ഒരു പുതിയ സെറ്റ് ഓഫ് ന്യൂ പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഓരോ പ്രോഡക്റ്റിൻ്റെയും എവറി യൂണിറ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ അത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് സ്റ്റാൻഡേർഡുകൾ അല്ലേ, കോസ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ ഫിക്സ് ചെയ്യാനും കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ദെൻ അടുത്തത് പറയുന്നത് ടു ഇൻഡിക്കേറ്റ് ഇൻഎഫിഷ്യൻസീസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പോലെയല്ല കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലേ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ അതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ഓർഗനൈസേഷനുള്ളിലെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസ്, നമുക്ക് ഇതുവരെ നമ്മുടെ മൈൻഡ് എത്താത്ത ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ ഒരു അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയയെ കൂടി നമ്മളെ പ്രൊഡക്റ്റീവ് ലെവലിലോട്ട് കൊണ്ടുവരാനും നമ്മളെ സഹായിക്കുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്. നാലാമത് പറയുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ആണ് അല്ലേ. ഒരു കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ നോർമലി പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമുക്ക് പറയാം. ആക്ച്വലായിട്ട് ഉണ്ടാകുന്ന കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീ ഡിറ്റർമിൻ ചെയ്ത സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം ടു ഫൈൻഡ് ഔട്ട് ദ ഡീവിയേഷൻസ്. അതുപോലെ തന്നെ വേറൊരു തരം കമ്പാരിസൺ നമുക്ക് നടത്താം. കറണ്ട് ലെവലിലുള്ള ആ ഒരു ട്രെൻഡിനെ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസുമായിട്ട് നമുക്ക് ഒരു കമ്പാരിസനും നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊവൈഡ് ഡേഴ്സ്. ഒബ്വിയസ്ലി മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. ദ നെക്സ്റ്റ് പറയുന്നത് ടു മേക്ക് ഓർ ബൈ ഡിസിഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയുന്നത്. മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വിൽക്കുന്നതാണോ ലാഭകരം, അതോ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓർഗനൈസേഷനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നതാണോ നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ എന്നുള്ള ആ ഒരു ഡിസിഷൻ മനസ്സിലാക്കുന്നതിന് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ വാങ്ങി വിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓർഗനൈസേഷനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കോസ്റ്റ് നമ്മൾ അസർടൈൻ ചെയ്യണം അല്ലേ. സോ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ അതിന് സഹായിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ അല്ലേ. ഒരു ടെക്നിക്കാണ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അവിടെ ഒരു സ്കെയിലുണ്ട്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കോസ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു അപ് ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഒരു ആക്ച്വൽ കോസ്റ്റ് ഉണ്ടാകുന്നതിന് മുന്നേ നമ്മളൊരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. ദെൻ ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പ്രിവെൻറ്റീവ് കൺട്രോൾ ടെക്നിക്കാണെന്ന് നമുക്ക് പറയാം. ഒരു പ്രിവെൻറ്റീവ് ഫംഗ്ഷനാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല. ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ
എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്? അപ്പോഴാണ് കോസ്റ്റ് റിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടുകയാണ് കോസ്റ്റിനെ റിഡക്ഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നതിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്കെയിലൊന്നുമില്ല, ഒരു സ്റ്റാൻഡേർഡോ ഒന്നും ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. നോർമലി നമ്മൾ ഇങ്ങനെയുള്ള അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ഏരിയാസ് എല്ലാം കണ്ടുപിടിക്കുന്നു, അതിനെ എവിടെയെല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാം, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മളൊരു എക്സിക്യൂട്ടീവായിട്ട് നമ്മൾ എന്താ പറയുന്നത്, ഒരു കറക്റ്റീവ് സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാം. ഒരു കറക്റ്റീവ് ആക്ഷനാണ് കോസ്റ്റ് റിഡക്ഷൻ. ആ ഒരു കറക്റ്റീവ് സ്റ്റെപ്പിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ടെക്നിക്കുകൾ നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് അസർടൈൻമെൻറ്റ്, fixation of selling price, cost of production of every unit, job, operation, etc. and to develop cost standard, to indicate inefficiencies, to facilitate comparison, to provide data to the management, to make or buy decision, cost control and cost reduction. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആയിരുന്നു. എന്തുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് എമേർജ് ചെയ്തു, എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് ടേംസ് ആയിട്ടുള്ള കോസ്റ്റ് എന്താണ്, കോസ്റ്റിംഗ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ആ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഏരിയയാണ് കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? കോസ്റ്റ് അസർടൈൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ കോസ്റ്റ് അസർടൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലെ നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സ്, നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ് സെൻറ്റേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എവിടെയൊക്കെയാണ് കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ, കോസ്റ്റ് സെൻറ്റർ ഈസ് ആൻ ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് കളക്റ്റഡ് സെപ്പറേറ്റ്ലി. അതായത് ഒരു ഓർഗനൈസേഷനിൽ കോസ്റ്റ് എവിടെയെല്ലാം ഇൻകർ ചെയ്യുന്നുണ്ട്, എവിടെയെല്ലാം ഉണ്ടാകുന്നുണ്ട്, ആ ഒരു കോസ്റ്റ് ഉണ്ടാകുന്ന ഓരോ ഏരിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് ആയിക്കോട്ടെ, അതിനെയെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ യൂണിറ്റുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഇങ്ങനെ ഓർഗനൈസേഷനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന സബ് യൂണിറ്റുകളെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനുള്ളിൽ തന്നെ എവിടെയെല്ലാം കോസ്റ്റ് ഉണ്ടാകുന്നുണ്ടോ ആ കോസ്റ്റിനെ എല്ലാം ഉണ്ടാകുന്ന ആ ഒരു ഏരിയ ആയിക്കോട്ടെ, ലൊക്കേഷൻ ആയിക്കോട്ടെ, പേഴ്സൺ ആയിക്കോട്ടെ, അതിനെയെല്ലാം നമ്മൾ ഒരു സബ് യൂണിറ്റായിട്ട്, ഒരു സെഗ്മെൻ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ലൊക്കേഷൻ ആവാം, പേഴ്സൺ ആവാം, ഓർ ഐറ്റം ഓഫ് എക്യുപ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ദീസ് ആവാം. ഇതിൻ്റെ ഒരു ലൊക്കേഷനും പേഴ്സണും കൂടെ ആവാം, അല്ലെങ്കിൽ പേഴ്സണും ഐറ്റവും കൂടെ ആവാം. ഏത് രീതിയിലാണോ നമ്മൾ ആ ഒരു കോസ്റ്റ് സെൻറ്റർ യൂണൈറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണോ ആക്കാം. ഫോർ വിച്ച് കോസ്റ്റ് ഈസ് അസർടൈൻഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് അസർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ തന്നെ കോസ്റ്റ് ഉണ്ടാകുന്ന ഓരോ സെഗ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് സബ് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയുന്നത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു, ഓർഗനൈസേഷനെ തന്നെ പല പല ടൈപ്പുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെയാണ്, ഏതിൻ്റെ ബേസിലൊക്കെയാണ് നമ്മളിങ്ങനെ കോസ്റ്റ് സെൻറ്റേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതിന് മെയിനായിട്ട് ഒരു 6 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ, സെക്കൻഡ് വൺ സർവീസ് കോസ്റ്റ് സെൻറ്റർ, തേർഡ് വൺ പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ, ഫോർത്ത് വൺ ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ, ദെൻ ഓപ്പറേഷണൽ കോസ്റ്റ് സെൻറ്റർ, ലാസ്റ്റ് വൺ പ്രോസസ് കോസ്റ്റ് സെൻറ്റർ. സോ ഇതാണ് ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ എന്താണോ നടക്കുന്നത്, എവിടെയൊക്കെയാണോ ഏതൊക്കെ യൂണിറ്റിൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ.
ഫസ്റ്റ് കോസ്റ്റ് സെൻറ്റർ ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്, വിച്ച് ആർ ആക്ച്വലി എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനുള്ളിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ആ ഒരു ഏരിയയെ നമ്മളൊരു കോസ്റ്റ് സെൻറ്ററായിട്ട്, കോസ്റ്റ് ഉണ്ടാകുന്ന ഒരു സെൻറ്ററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്ക് എന്താക്കാം, ഒരു കോസ്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷോപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ മെയിനായിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ കോസ്റ്റുകളും ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ കോസ്റ്റ് ഉണ്ടാകുന്ന ആ ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് ഉണ്ടാകുന്ന ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ഓരോ കോസ്റ്റ് സെൻറ്ററിനും ഒരു പേഴ്സൺ റെസ്പോൺസിബിൾ ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്ററിൻ്റെ പേഴ്സൺസ് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മാനേജർ തന്നെയായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് സർവീസ് കോസ്റ്റ് സെൻറ്റർ ആണ്. സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് വേറൊരു പേരിൽ നമുക്ക് പറയാം അൺപ്രൊഡക്റ്റീവ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയും. അവിടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സർവീസ് കോസ്റ്റ് സെൻറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്, പ്രൊവൈഡ് സർവീസസ് ടു അതർ കോസ്റ്റ് സെൻറ്റേഴ്സ്. അവർക്ക് അവരുടേതായ ഒരു പ്രൊഡക്ഷനോ ഒന്നും നടക്കുന്നില്ല, ബാക്കിയുള്ള കോസ്റ്റ് സെൻറ്റേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സർവീസ് കോസ്റ്റ് സെൻറ്ററിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അവിടെ പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല, പക്ഷേ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലെ വേറെ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, നമ്മുടെ പ്രൊഡക്ഷനിൽ മെഷീനറീസ് ഉണ്ടാവും. ആ ഒരു മെഷീനറീസ് നമ്മൾ എന്ത് ചെയ്യുക, മെഷീനറീസിന് എന്തെങ്കിലും ഫെയിലിയറോ അതിനെന്തെങ്കിലും റിപ്പയേഴ്സൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനുള്ളിൽ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഒരു മെഷീനെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ വർക്കിംഗ് കണ്ടീഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും സർവീസ് കോസ്റ്റ് സെൻറ്ററിന് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പവർ സപ്ലൈ കൊടുക്കുക, വാട്ടർ സപ്ലൈ കൊടുക്കുക, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം സർവീസ് കോസ്റ്റ് സെൻറ്ററിൽ വരുന്നതാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡക്ഷൻ ഉണ്ട്, ആ ഒരു പ്രൊഡക്ഷന് ആക്ടിവിറ്റി എൻഗേജ് ചെയ്യുന്ന അവിടെ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു കോസ്റ്റ് സെൻറ്ററിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, വേറെയുള്ള കോസ്റ്റ് സെൻറ്റേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോസ്റ്റ് സെൻറ്ററാണ് സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് അൺപ്രൊഡക്റ്റീവ് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. തേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ ആണ്. പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. The cost may be accumulated by individuals like works manager, foreman, storekeeper, etc. അതാണ് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ അവിടെ ഏതൊക്കെ പേഴ്സൺസ് ആണോ കോസ്റ്റ് ഉണ്ടാക്കുന്നത് ആ ഒരു പേഴ്സണിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു കോസ്റ്റ് സെൻറ്ററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആവാം, ചിലപ്പോൾ ഒരു വർക്ക്സ് മാനേജർക്ക് കോസ്റ്റ് ഉണ്ടാവും അല്ലേ. ഒരു വർക്ക്സ് മാനേജർ ആയിരിക്കും നമ്മൾ അവിടെ ഒരു പേഴ്സണൽ കോസ്റ്റ് സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി അല്ല, ഒരുപാട് വർക്ക് മാനേജർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യും. ഫോർമൻ ആയിക്കോട്ടെ, സ്റ്റോർ കീപ്പർ ആയിക്കോട്ടെ, ഇങ്ങനെയെല്ലാം ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയോ ഒരു കോസ്റ്റ് സെൻറ്ററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ ആണ്. ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഒഴിച്ചിട്ടുള്ള ബാക്കി ഏത് കോസ്റ്റ് സെൻറ്ററിനെയും നമുക്ക് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയാം. പേഴ്സൺ ഒഴിച്ചിട്ടുള്ള കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അതൊരു ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഐറ്റം ഓഫ് എക്യുപ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ദീസ് ആവാം. എക്യുപ്മെൻ്റ് എന്ന് പറയുമ്പോൾ മെഷീനറി ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീനറി ആവാം, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആവാം. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ തന്നെ പല ബ്രാഞ്ചസുകൾ ഉണ്ടെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ ബ്രാഞ്ചുകളെ നമുക്കൊരു കോസ്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതെല്ലാം ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റേഴ്സിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ. ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ദോസ് മെഷീൻസ് ആൻഡ് ഓർ പേഴ്സൺസ് വിച്ച് ക്യാരി ഔട്ട് ദ സെയിം ഓപ്പറേഷൻസ് നടത്തുന്ന മെഷീൻസും പേഴ്സൺസും ചേർന്നിട്ടുള്ള ആ ഒരു കോസ്റ്റ് സെൻറ്ററിനെയാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ
ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, അവിടെ അവർ സെയിം ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയിരിക്കും അവരവിടെ ചെയ്യുന്നത്, സെയിം ഓപ്പറേഷൻ ആയിരിക്കും അവിടെ ചെയ്യുന്നത്. അവിടെ ഉള്ള മെഷീൻസ് ആയിക്കോട്ടെ, പേഴ്സൺസ് ആയിക്കോട്ടെ, ഡൂയിങ് ദ സെയിം ഓപ്പറേഷൻ. അതിനെയാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് പ്രോസസ് കോസ്റ്റ് സെൻറ്റർ ആണ്. പ്രോസസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് എ സ്പെസിഫിക് പ്രോസസ് ഓർ എ കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു പ്രോഡക്റ്റ് പല സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്, പല പ്രോസസ്സിലൂടെ കടന്നു പോയതിന് ശേഷമാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റിലോട്ട് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഒരു പേപ്പർ മാനുഫാക്ചറിങ് കൺസേൺസ് ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു പേപ്പർ പൾപ്പ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം ആ ഒരു പേപ്പർ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പ്രോഡക്റ്റാക്കി മാറ്റുന്നതിന് മുന്നേ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഓരോ പ്രോസസ്സിലും നമ്മളൊരു പ്രൊഡക്ഷൻ അല്ലേ, ഒരു ഓൾട്ടറേഷൻ നമ്മൾ നടക്കുന്നുണ്ട്, അവിടെയെല്ലാം നമുക്ക് കോസ്റ്റ് ഉണ്ടാകുന്നുമുണ്ട്. അങ്ങനെ ഈ ഓരോ പ്രോസസ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കോസ്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു എളുപ്പമെന്ന് വെച്ചാൽ, ആ ഒരു പ്രോസസ്സിൽ എന്തുമാത്രം കോസ്റ്റ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഈസിലി അസർട്ടൈൻ ചെയ്യാൻ പറ്റും. സോ ആ ഒരു പ്രോസസ്സിലോട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാനും പറ്റും, അസൈൻ ചെയ്ത് കൊടുക്കാനും സാധിക്കും. സോ അങ്ങനെയുള്ള സെൻറ്റേഴ്സാണ്, അങ്ങനെ പല പ്രോസസ്സിലൂടെയാണ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷനിലൂടെ കടന്നു പോവുകയും കോസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന കോസ്റ്റ് സെൻറ്റേഴ്സിനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്? കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ തന്നെ കോസ്റ്റ് ഉണ്ടാകുന്ന ആ ഒരു ഏരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഒരു സെൻറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു സെഗ്മെൻ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഒരു ഹോൾ ഓർഗനൈസേഷനെ പല കോസ്റ്റ് സെൻറ്റേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുക. ഈസിലി ആയിട്ട് നമുക്ക് അതേ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതേ കോസ്റ്റ് സെൻറ്ററിൽ അസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓർഗനൈസേഷനെ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്തോന്ന് പറഞ്ഞു, ഇപ്പോൾ കോസ്റ്റ് സെൻറ്റേഴ്സിൽ വരുന്നത് ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ദീസ്, ഇത് എല്ലാം ആവാം. ഏത് രീതിയിലാണോ നമ്മൾ കോസ്റ്റ് സെൻറ്ററായിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കും. സോ ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ പറഞ്ഞു. പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അവിടെ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. സോ എല്ലാ കോസ്റ്റ് സെൻറ്ററിലും അതിൻ്റേതായ ഒരു പേഴ്സൺ റെസ്പോൺസിബിൾ ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് അതിൻ്റെ കൺസേൺ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ തന്നെ ആയിരിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കും ആ കോസ്റ്റ് സെൻറ്ററിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സർവീസ് കോസ്റ്റ് സെൻറ്റർ ആണ്. സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതർ കോസ്റ്റ് സെൻറ്റേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോസ്റ്റ് സെൻറ്റേഴ്സിനെയാണ് നമ്മൾ സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഒരു അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് സെൻറ്ററാണ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ ആണ്. ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ, അതായത് കോസ്റ്റ് സെൻറ്റേഴ്സ് അതർ ദാൻ പേഴ്സണൽ കോസ്റ്റ് സെൻറ്റേഴ്സ്. പേഴ്സണൽ ആയിട്ടുള്ള അല്ലാതെയുള്ള ബാക്കിയുള്ള അതൊരു എക്യുപ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ദീസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ ആണ്. ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു സെയിം ആക്ടിവിറ്റീസ് ചെയ്യുന്ന, സെയിം ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു മെഷീനോ പേഴ്സൺസിനോ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ദീസ് ചേർത്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതിനെയാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റ് സെൻറ്റർ ആണ്. പ്രോസസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ പല പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓരോ പ്രോസസ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കോസ്റ്റ് സെൻറ്റേഴ്സായിട്ട് കൺസിഡർ ചെയ്യുകയും അവിടെ ഉണ്ടാകുന്ന കോസ്റ്റിനെ നമ്മൾ ആ ഒരു പ്രോസസ്സിൽ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് കോസ്റ്റ് യൂണിറ്റ് അല്ലേ. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, കോസ്റ്റ് യൂണിറ്റ് ഒരു പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഓരോ പ്രോഡക്റ്റിനും എന്ത് കോസ്റ്റ് ഉണ്ടായി എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യണം. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനെ നമ്മൾ ഒരു യൂണിറ്റിലായിരിക്കും മെഷർ ചെയ്യുന്നത്. അതാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് യൂണിറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസസ് ഓർ ടൈം ഇൻ റിലേഷൻ ടു വിച്ച് ദ കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ് ആൻഡ് എക്സ്പ്രസ്ഡ്. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണോ അതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് പ്രൈസ് ഫിക്സേഷൻ, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിലും കോസ്റ്റ് യൂണിറ്റ് ഏത് യൂണിറ്റിൻ്റെ ബേസിലാണ് നമ്മളിങ്ങനെ മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. അതിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് യൂണിറ്റ് തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ യൂണിറ്റും ഉണ്ട്, അതുപോലെ തന്നെ കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് യൂണിറ്റും ഉണ്ട്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു സിമ്പിൾ യൂണിറ്റിലാണ്. ഒരു സിമ്പിൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ അരി വാങ്ങിക്കാനായിട്ട് അടുത്തുള്ള ഒരു ഗ്രോസറി ഷോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിലോഗ്രാം എന്ന് പറയുന്ന ആ ഒരു ഇതിലായിരിക്കും വാങ്ങിക്കുന്നത്. ഇപ്പോൾ മിൽക്ക് മേടിക്കാനാണ് നമ്മൾ കടയിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ലിറ്റർ കണക്കിനായിരിക്കും അല്ലേ, ലിറ്ററിനായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതാണ് സിമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സിമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് യൂണിറ്റ് എന്ന് പറയും. അവിടെ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ പെർ യൂണിറ്റിൽ മെഷർ ചെയ്യുന്നത് മോർ ദാൻ 1 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ മോർ ദാൻ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ മെഷർ ചെയ്യുന്നത് 2 യൂണിറ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പെർ യൂണിറ്റ് നമ്മൾ പറയുന്നത് കോസ്റ്റ് യൂണിറ്റ് നമ്മൾ പറയുന്നത് പാസഞ്ചർ കിലോമീറ്റർ ആണ്. പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിൽ എത്ര പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്തു. ഇനി അതൊരു ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ടൺ കിലോമീറ്റർ, ഒരു കിലോമീറ്ററിൽ എത്ര ടൺ ക്വാണ്ടിറ്റിയാണ് നമ്മൾ സാധനമാണ് ഗുഡ്സാണ് നമ്മൾ ട്രാവൽ ചെയ്തത് എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ അത് കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് യൂണിറ്റ് ഒരു എക്സാമ്പിളാണ്. സോ ഇതാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനെ നമ്മൾ ഏത് യൂണിറ്റിലാണോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രി എന്തൊക്കെയാണ്, ആ ഒരു ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന കോസ്റ്റ് യൂണിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓരോ ഇൻഡസ്ട്രി തന്നിട്ട് അവിടെ ഉപയോഗിക്കുന്ന കോസ്റ്റ് യൂണിറ്റ് എന്താണ് എന്നുള്ളത് ചോദ്യം വരാം. സോ ഫസ്റ്റ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് അവിടെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്ന നമ്പറാണ് പറയുന്നത്. ഓരോ പ്രോഡക്റ്റിൻ്റെ ബേസാണ് കോസ്റ്റ് യൂണിറ്റ് പറയുന്നത്. കോട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടൺ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ബെയിലായിരിക്കും. ബെയിൽ എന്ന് ഒരു കെട്ട് ആണ് അവിടുത്തെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഷുഗർ ആണെന്നുണ്ടെങ്കിൽ ഹോൾസെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ ടൺ, നമ്മൾ വാങ്ങിക്കുന്നതല്ല, ഹോൾസെയിൽ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ ടണ്ണായിരിക്കും പറയുന്നത്. സിമെൻറ്റും അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പെർ ടണ്ണാണ്. കേബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെർ മീറ്ററാണ് പറയുന്നത്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ കോമ്പോസിറ്റ് യൂണിറ്റ് ആണ്. ടൺ കിലോമീറ്റർ ആവാം അല്ലെങ്കിൽ പാസഞ്ചർ കിലോമീറ്റർ ആവാം. ഇനി എന്തെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ലിറ്ററിലോ ഗാലനിലോ കിലോഗ്രാമിലോ ടണ്ണിലോ ഒക്കെ ആയിരിക്കും പറയുന്നത്. അടുത്തത് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ ടണ്ണിലാണ് പറയുന്നത്. ബ്രിക്സ് ആണെന്നുണ്ടെങ്കിൽ 1000 ബ്രിക്സ് ആണ് ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് 1000 ബ്രിക്സിന് എത്രയാണ് കോസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി പവർ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോസ്റ്റിനെ നമ്മൾ പെർ ബെഡിലാണ് പറയുന്നത്. ഒരു ബെഡിന് ഉണ്ടായ കോസ്റ്റ് അങ്ങനെയാണ് പറയുന്നത്. ബിൽഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ മീറ്റർ ആണ്. എഞ്ചിനീയറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ആണല്ലോ, ആ ഒരു ജോബിനനുസരിച്ചിട്ടാണ് ആ ചെയ്യുന്ന ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു ബാച്ചിനെയാണ് നമ്മൾ ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതൊരു ക്യാൻറ്റീൻ ആണെന്നുണ്ടെങ്കിൽ ക്യാൻറ്റീൻ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ 1 മീലിന് ഒരു ഊണിന് എത്രയാണ് കോസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, കോസ്റ്റ് അക്കൗണ്ടിങ് എന്തുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എമേർജ് ചെയ്തു എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടേംസ് ആയ കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണെന്ന് പറഞ്ഞു. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ കോസ്റ്റ് സെൻറ്ററിലോട്ട് കടന്നു. കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് പറഞ്ഞു, ഒരു ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ആണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ടൈപ്സ് പറഞ്ഞു അല്ലേ, കോസ്റ്റ് സെൻറ്ററിൻ്റെ ടൈപ്സ് ആയ ആ ഒരു 6 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് പറഞ്ഞത് എന്താണ്, കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു. കോസ്റ്റ് സെൻറ്റർ പറഞ്ഞു. ദെൻ അടുത്തത് കോസ്റ്റ് യൂണിറ്റ് പറഞ്ഞു. കോസ്റ്റ് യൂണിറ്റ് അത് ടൈപ്സ് ഓഫ് കോസ്റ്റ് യൂണിറ്റ് പറഞ്ഞു. ദെൻ ഓരോ ഇൻഡസ്ട്രിയും യൂസ് ചെയ്യുന്ന കോസ്റ്റ് യൂണിറ്റുകളും എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ടോപ്പിക് നമ്മൾ ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQs ആണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ആപ്ലിക്കബിൾ ടു. കോസ്റ്റ് അക്കൗണ്ടിങ് എവിടെയാണ് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പബ്ലിക് അണ്ടർടേക്കിംഗ് ഓൺലി, ലാർജ് ബിസിനസ് എൻ്റർപ്രൈസ് ഓൺലി,
സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസ് ഓൺലി. ദ ലാസ്റ്റ് വൺ മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് കൺസേൺസ്. നോക്കൂ, പബ്ലിക് അണ്ടർടേക്കിങ്ങിനാണോ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? അല്ല. ലാർജ് ബിസിനസ് എൻ്റർപ്രൈസിനാണോ? ലാർജ് ബിസിനസ് എൻ്റർപ്രൈസ് ആണ്, പക്ഷേ ബേസിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏത് ബിസിനസ്സിനാണ്? പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലേ, മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻസിലാണ്, കൺസേൺസിലാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാർജ് ബിസിനസ് പറയാം, പക്ഷേ എന്നാലും കൂടുതലും നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് കൺസേൺസ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് കൺസേൺസ് ആണ്. ദെൻ രണ്ടാമത്തെ MCQ, അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഈസ് ടേംഡ് ആസ്. കോസ്റ്റ് അസർടൈൻ ചെയ്യുക, ഹെൽപ്പ് ഓഫ് ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകേർഡ്, കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകർ ചെയ്തതിന് ശേഷം നമ്മൾ കോസ്റ്റ് അസർടൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിന് നോക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ 4 ഓപ്ഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ കോസ്റ്റ് നടന്നതിന് ശേഷം നമ്മൾ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം ടു ഫൈൻഡ് ഔട്ട് ദ ഡീവിയേഷൻസ്, അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതെന്തല്ല, ആക്ച്വൽ എക്സ്പെൻസസ് മാത്രമല്ല അല്ലേ, അവിടെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യനിൽ അതല്ല ആൻസർ. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റിങ്ങും അല്ല. മാർജിനൽ കോസ്റ്റിങ്ങിൽ എന്താ പറയുന്നത്? നമ്മൾ അഡീഷണൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്തുമാത്രം ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അതുമല്ല ആൻസർ. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്താ? ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞുപോയ കാര്യമാണ് അല്ലേ. അപ്പോൾ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തതിന് ശേഷം നമ്മൾ കോസ്റ്റ് അസർടൈൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് മെത്തേഡാണ് അല്ലേ. ആക്ച്വൽ എക്സ്പെൻഡിച്ചേഴ്സ് കണ്ടതിന് ശേഷം, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ അസർടൈൻ ചെയ്യാണ്, കോസ്റ്റ് അസർടൈൻ ചെയ്യുന്നതും കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. സോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ടാക്സ് കംപ്ലയൻസ്, ഫിനാൻഷ്യൽ ഓഡിറ്റ്, കോസ്റ്റ് അസർടൈൻമെൻറ്റ്, പ്രോഫിറ്റ് അനാലിസിസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, മെയിനായിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് അസർടൈൻമെൻറ്റ് തന്നെയാണ്. സോ കോസ്റ്റ് അസർടൈൻമെൻറ്റ് ആണ് ആൻസർ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ പറയുന്നതിൽ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലാത്തതേത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ, അസിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലേ. നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് അല്ലേ. ഡിറ്റർമിനേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും അല്ലേ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. സോ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അസിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ വരുന്നതല്ല. സോ അസിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ. സോ നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിസ്ക്ലോസേഴ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ പ്രോഡക്റ്റ്, ജോബ് ഓർ സർവീസ്, ഇഫക്റ്റ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് കോസ്റ്റ് ഓൺ ബിസിനസ്, നൺ ഓഫ് ദീസ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിസ്ക്ലോസ് ചെയ്യുന്നതല്ല അല്ലേ. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യുന്നത്. ദെൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഓഫ് എ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനാണോ? പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ല. മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ കോസ്റ്റ് എന്താണ് എന്നുള്ളത് അസർടൈൻ ചെയ്യുക, അതിന് ബിസിനസ്സിൽ എന്താണ് ഇമ്പാക്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഇഫക്റ്റ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് കോസ്റ്റ് ഓൺ ബിസിനസ്, അതാണ് ആൻസർ. ദെൻ അടുത്തത് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽസ് പാർട്ട്ലി വിത്ത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് പാർട്ട്ലി വിത്ത് വാട്ട്. ഒരു കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് പാർട്ട്ലി ഫാക്ട് ഫിഗേഴ്സുമായിട്ടാണ് പാർട്ട്ലി അത് ഡീൽ ചെയ്യുന്നത്, പാർട്ട്ലി അത് വേറെ എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോസ്റ്റ്, എസ്റ്റിമേറ്റ്സ്, ഇൻകം, റവന്യൂ. ഇതിൽ കോസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, കോസ്റ്റാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇൻകമോ റവന്യൂ ഒന്നുമല്ല, എസ്റ്റിമേറ്റ്സ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ
പകുതി എന്ന് പറയുന്നത് ഫാക്റ്റും ഫിഗേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കി പകുതി എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ആണ്. എസ്റ്റിമേറ്റ്സ് ഫോർ ദ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ആക്ച്വലി ഉണ്ടായ കോസ്റ്റ് നമുക്കുണ്ടായി, നമുക്ക് കുറച്ച് കോസ്റ്റ് ഉണ്ടായി. ആ ആക്ച്വൽ കോസ്റ്റിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് റിഡക്ഷൻ നടത്തുക, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽസ് പാർട്ലി വിത്ത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് പാർട്ലി വിത്ത് എസ്റ്റിമേറ്റ്സ്. സോ ആൻസർ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ്സ് ആണ്. സോ നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് യൂണിറ്റ്സ് യൂസ്ഡ് ഇൻ പവർ സെക്ടർ. പവർ ഇൻഡസ്ട്രികൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ് യൂണിറ്റ് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻസ്: കിലോമീറ്റർ, കിലോ വാട്ട് അവർ, നമ്പർ ഓഫ് ഇലക്ട്രിക് പോയിൻറ്റ്സ്, നമ്പർ ഓഫ് അവേഴ്സ്. കിലോമീറ്റർ ആണോ? അല്ല. കിലോ വാട്ട് അവർ ആണോ? നമ്പർ ഓഫ് ഇലക്ട്രിക് പോയിൻറ്റ്സ് ആണോ? എത്ര ഇലക്ട്രിക് പോയിൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണോ പവർ സെക്ടറിൻ്റെ കോസ്റ്റ് യൂണിറ്റ്? അല്ലെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ്, എത്ര അവേഴ്സാണ് നമ്മൾ പവർ യൂസ് ചെയ്തത് എന്നുള്ളതാണോ നമ്മുടെ കോസ്റ്റ് യൂണിറ്റ് എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. സോ ആൻസർ ബി ആണ്. അടുത്തതെന്ന് പറയുന്നത് പ്രോഫിറ്റ് സെൻറ്റർ. എ പ്രോഫിറ്റ് സെൻറ്റർ ഈസ് എ സെൻറ്റർ where the manager has the responsibility of generating and maximizing profit. Second option, which is concerned with earning an adequate rate of return. C, both of the above. Then last option, which manages cost. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് എന്താണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയാം. പ്രോഫിറ്റ് സെൻറ്റർ നമ്മൾ കോസ്റ്റ് സെൻറ്റർ പറഞ്ഞു. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ നമ്മൾ കോസ്റ്റിൻ്റെ ബേസിൽ, കോസ്റ്റ് ഇൻകർ ചെയ്യുന്നതിൻ്റെ ബേസിൽ നമ്മൾ സബ് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ തന്നെ നമ്മൾ പല സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഈ ഓരോ സെഗ്മെൻറ്റ്, ഇപ്പോൾ ഒരു വലിയ ഓർഗനൈസേഷനെ നമ്മൾ പല സെഗ്മെൻറ്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആ ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോസ്റ്റ് അല്ല, അവിടെ ഒരു പ്രോഫിറ്റാണ്. അതായത് ഈ പ്രോഫിറ്റ് കോസ്റ്റ് സെൻറ്ററിൽ കോസ്റ്റ് മാത്രമല്ല ഉണ്ടാകുന്നത്, ഒരു റവന്യൂ ഉണ്ടാകുന്നുണ്ട്. കോസ്റ്റ് മാത്രമല്ല, അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ഒരു റവന്യൂ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഓരോ പ്രോഫിറ്റ് സെൻറ്ററിലും, ഒരു ഓർഗനൈസേഷനിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ സെൻറ്ററിനെ നമ്മൾ സെഗ്മെൻറ്റുകളെയും നമ്മൾ പ്രോഫിറ്റ് സെൻറ്ററുകളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ ഓരോ യൂണിറ്റിലും അതിൻ്റേതായ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, അവിടെ തന്നെ ഒരു റവന്യൂ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കോസ്റ്റും റവന്യൂ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. കോസ്റ്റും റവന്യൂ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. സോ ഓരോ പ്രോഫിറ്റ് സെൻറ്ററിനും അതിനെന്താ പറയുന്നത്, നമുക്ക് പറയാം ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടെന്ന് പറയാം. കാരണം അവിടെ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, അവിടെ തന്നെ റവന്യൂ ഉണ്ടാകുന്നുണ്ട്, സോ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് ആ ഒരു പ്രോഫിറ്റ് സെൻറ്ററിൽ തന്നെ. അങ്ങനെ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഓർഗനൈസേഷനെ എവിടെയെല്ലാം ഇങ്ങനെ പ്രോഫിറ്റ്, കോസ്റ്റും റവന്യൂവും ഉണ്ടാകുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആ ഓരോ ഏരിയയെയും ഓരോ സെഗ്മെൻറ്റിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് പ്രോഫിറ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പ്രോഫിറ്റ് സെൻറ്ററായിട്ടൊക്കെ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. വലിയ ലാർജ് ബിസിനസ് ഓർഗനൈസേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കോസ്റ്റും റവന്യൂസും ഉണ്ടാവുന്ന സെൻറ്റേഴ്സിനെ തന്നെ പല സബ് യൂണിറ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്യും. സോ അവിടെ ഉണ്ടാകുന്ന പ്രശ്നത്തിന് അല്ലെങ്കിൽ പ്രോബ്ലംസിന് അവർക്ക് തന്നെ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കും. ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ, ഒരു ഡിസിഷൻ മേക്കിംഗ് പവറും കൂടെ അവിടെ കൊടുക്കുകയാണ്. ഇങ്ങനെ പ്രോഫിറ്റ് സെൻറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാനേജേഴ്സ് തന്നെയായിരിക്കും, പ്രോഫിറ്റ് സെൻറ്റർ മാനേജർ തന്നെ ആയിരിക്കും. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. വേർ ദ മാനേജർ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ജനറേറ്റിംഗ് ആൻഡ് മാക്സിമൈസിങ് പ്രോഫിറ്റ് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ഏണിംഗ് ആൻഡ് ആഡിക്വേറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ബോത്ത് ഓഫ് ദ എബോ ആണ്. ദെൻ ലാസ്റ്റ് പറയുന്നത് വിച്ച് മാനേജേഴ്സ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം മാനേജർ, നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് സെൻറ്ററിൽ മാനേജറാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. അവിടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തതിനുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ് സെൻറ്റർ മാനേജർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലും കൺസേൺ ചെയ്യുന്നത് എന്താണ്, ആഡിക്വേറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ. കൂടുതൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുമ്പോൾ കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ, ആഡിക്വേറ്റ് ആയിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേണും എല്ലാം ഏൺ ചെയ്യപ്പെടുന്നുണ്ട്. സോ പ്രോഫിറ്റ് സെൻറ്ററിൻ്റെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് ഓഫ് ദ എബോ ആണ്, സി ആണ് ആൻസർ. ദെൻ അടുത്തത് പറയുന്നത് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു കോസ്റ്റ് സെൻറ്റർ ഓൺലി, പ്രോഫിറ്റ് സെൻറ്റർ ഓൺലി, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ ഓൺലി, ഓൾ ഓഫ് ദീസ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ
എന്താണെന്ന് നമ്മൾ പറയണം. ഇതിൽ കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് നമുക്കറിയാം, പ്രോഫിറ്റ് സെൻറ്റർ എന്താണെന്നും നമുക്കറിയാം അല്ലേ. ഇതിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഇതെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററാണ്. റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ ഏതാണോ അവിടുത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണോ, അവിടുത്തെ നമ്മുടെ ക്രൈറ്റീരിയ എന്താണോ അതിനനുസരിച്ച് നമ്മളൊരു ഓർഗനൈസേഷനെ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. ഈ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിനെ തന്നെയാണ് നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് സെൻറ്റർ എന്നും അതുപോലെ തന്നെ പ്രോഫിറ്റ് സെൻറ്റർ എന്നും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്നും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം D ആണ്, ആൾ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അവിടെ കോസ്റ്റ് ഉണ്ടാകുന്ന ഏരിയാസിനെ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനെ അല്ലെങ്കിൽ ഐറ്റം ഓഫ് പേഴ്സണിനെയോ അല്ലെങ്കിൽ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റിനെ എല്ലാം നമ്മളൊരു സെൻറ്ററായിട്ട് ഒരു കോസ്റ്റ് സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യും. അതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റ് സെൻറ്റർ എന്താണെന്ന് വെച്ചാൽ ഈ ഓർഗനൈസേഷനിൽ തന്നെ പല പല ഡിപ്പാർട്ട്മെൻറ്റിലും അവർക്ക് ഒരു കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, അവിടെ തന്നെ ഒരു എന്തുണ്ടാകുന്നുണ്ട്, റവന്യൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രോഫിറ്റ് സെൻറ്ററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാകും, കോസ്റ്റും റവന്യൂ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. സോ അവിടുത്തെ മാനേജറിനായിരിക്കും അതിൻ്റെ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ മാക്സിമൈസിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതാണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻറ്ററാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെ കോസ്റ്റ് സെൻറ്ററിൽ കോസ്റ്റിനാണ് ഇമ്പോർട്ടൻസ്, പ്രോഫിറ്റ് സെൻറ്ററിൽ പ്രോഫിറ്റ് സെൻറ്ററിൽ നമ്മൾ കോസ്റ്റിനും ഉണ്ട് അതുപോലെ തന്നെ റവന്യൂവിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. ഇവിടെ കോസ്റ്റും റവന്യൂ ഉണ്ടാകുന്നുണ്ട്, സോ ഒരു പ്രോഫിറ്റും ഉണ്ടാകുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ വരുന്നുണ്ട്. എന്ത് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമുക്കുണ്ടായ കോസ്റ്റും റവന്യൂവും വെച്ച് നമുക്കുണ്ടായ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഔട്ട് സൈഡിലോ അല്ലെങ്കിൽ ഇൻസൈഡിൽ തന്നെയോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിനെ നമ്മൾ ഈ എല്ലാ കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും പ്രോഫിറ്റ് സെൻറ്ററും ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററും ഏതിൽ വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിൽ വരുന്നുണ്ട്. ഡിസ്ക്രൈബ് ദ കോസ്റ്റ് യൂണിറ്റ് ആപ്ലിക്കബിൾ ടു ദ ബൈസൈക്കിൾ ഇൻഡസ്ട്രി. ബൈസൈക്കിൾ ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് യൂണിറ്റ് എന്താണെന്നുള്ളതാണ് പെർ പാർട്ട് ഓഫ് ബൈസൈക്കിൾ. ബൈസൈക്കിളിൻ്റെ ഓരോ പാർട്ട് അനുസരിച്ചിട്ടാണോ കോസ്റ്റ് യൂണിറ്റ് പറയുന്നത്, അതോ പെർ ബൈസൈക്കിൾ ആണോ, ഒരു ബൈസൈക്കിളിനെ ആണോ നമ്മൾ പറയുന്നത്, അതോ പെർ ടൺ, ഒരു ടൺ ബൈസൈക്കിളിനെ ആണോ പറയുന്നത്, അല്ലെങ്കിൽ പെർ ഡേ, ഒരു ഡേയിൽ എത്ര ബൈസൈക്കിളാണോ വിറ്റുപോയത് അതിൻ്റെ ബേസിലാണോ നമ്മൾ പറയുന്നത്. അപ്പോൾ ബൈസൈക്കിൾ ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് യൂണിറ്റ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, എൻ്റെ പാർട്ടായിട്ട് നമ്മൾ ബൈസൈക്കിൾ നമ്മൾ പറയത്തില്ല, എപ്പോഴും പെർ ബൈസൈക്കിൾ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പെർ ബൈസൈക്കിളാണ് ബൈസൈക്കിൾ ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ B. സോ അടുത്ത പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ആൻ എസെൻഷ്യൽ ടൂൾ ഓഫ്. കോസ്റ്റ് അക്കൗണ്ടിങ് ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. മാനേജ്മെൻ്റ് ആണോ, സയൻസ് ആണോ, ആർട്ടാണോ, അല്ലെങ്കിൽ ബോത്ത് A and B ആണോ, മാനേജ്മെൻറ്റും സയൻസും ആണോ. ഇവിടെ നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിങ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓർഗനൈസേഷനുള്ളിലാണ് അല്ലേ. ലാർജ് ബിസിനസ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കൺസേൺസിനുള്ളിലാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, മാനേജ്മെൻറ്റിന് ക്രൂഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഓർഗനൈസേഷനുള്ളിലാണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്, മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻ്റ് ആണ് ആൻസർ. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഡാഷ് ഈസ് എ പോസ്റ്റ് മോർട്ടം ഓഫ് പാസ്റ്റ് കോസ്റ്റ്. ഒരു പാസ്റ്റ് കോസ്റ്റിന് ഒരു പോസ്റ്റ് മോർട്ടം സ്റ്റഡി എന്ന് നമുക്ക് പറയാം. ഈ പറയുന്നതിൽ ഏതാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, B കോസ്റ്റ് അക്കൗണ്ടിങ്, C ബോത്ത് A and B, D നൺ ഓഫ് ദീസ്. ഇതിലേതാണ് പോസ്റ്റ് മോർട്ടം സ്റ്റഡി എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് കോസ്റ്റുകൾ വെച്ചുകൊണ്ടാണ്, ആക്ച്വൽ കോസ്റ്റ് ഇൻകർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ അല്ലെങ്കിൽ ഒരു അടുത്ത നെക്സ്റ്റ് ഒരു ഫേസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ രണ്ടും കൺസിഡർ ചെയ്യുന്നത് പോസ്റ്റ് മോർട്ടം ഓഫ് പാസ്റ്റ് കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് A and B ആണ്. ബോത്ത് A and B ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഒരു പോസ്റ്റ് മോർട്ടം സ്റ്റഡി എന്ന് തന്നെ നമുക്ക് പറയാം പാസ്റ്റ് കോസ്റ്റിൻ്റെ. ദെൻ അടുത്തത് പറയുന്നത് ദ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് ഇൻകേർഡ് ബൈ എ കോസ്റ്റ് സെൻറ്റർ. ഒരു കോസ്റ്റ് സെൻറ്ററിൻ്റെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന അതിനെ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണോ, കോസ്റ്റ് യൂണിറ്റ് ആണോ, അക്കൗണ്ടിങ് യൂണിറ്റ് ആണോ, ബോത്ത് B and C ആണോ. അതായത് ദ യൂണിറ്റ് ഓഫ്
ആ ഒരു ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റ് ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് ഇൻകേർഡ് ബൈ എ കോസ്റ്റ് സെൻറ്റർ. ഒരു കോസ്റ്റ് സെൻറ്ററിൽ ഉണ്ടായ കോസ്റ്റിനെ ഏത് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിലാണ് നമ്മൾ പറയുന്നതെന്നുള്ളതാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് യൂണിറ്റ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഡാഷ് ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ കാഷ്വൽ ഫാക്ടേഴ്സ് ഓർ ആക്ച്വൽ കോസ്റ്റ് വേരിയിങ് ഫ്രം ദ ബഡ്ജറ്റഡ് കോസ്റ്റ് ആൻഡ് ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ കോസ്റ്റ് ഇൻക്രീസസ്. ഇതെന്താണ്? ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാഷ്വൽ ഫാക്ടേഴ്സ് ആക്ച്വൽ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, അതിനെ എന്ത് ചെയ്യുന്നു, ബഡ്ജറ്റഡ് കോസ്റ്റ്. ഈ ബഡ്ജറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് കോസ്റ്റാണ്. അത് സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നു, വേരി ചെയ്യുന്നുണ്ട്. ആൻഡ് ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ കോസ്റ്റ് ഇൻക്രീസസ്. ഇത് എന്താണ്? കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കോസ്റ്റ് അനാലിസിസ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് അനാലിസിസ് ആണ്. അത് കോസ്റ്റ് അസർട്ടൈൻമെൻ്റ് അല്ല അല്ലേ? കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളത് വരുമ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റോ ബഡ്ജറ്റ് കോസ്റ്റോ ഒന്നും പറയുന്നില്ല. കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് അല്ല, കോസ്റ്റ് സിസ്റ്റവും അല്ല. സോ എക്സാക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോസ്റ്റ് അനാലിസിസ് ആണ്. സോ അടുത്തത് പറയുന്നത് കോസ്റ്റ് യൂണിറ്റ് ഓഫ് എ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് യൂണിറ്റ് എന്താണ്? പെർ ടണ്ണിലാണോ പറയുന്നത്, പെർ സെറ്റിലാണോ, പെർ മീറ്ററിലാണോ, പെർ കിലോഗ്രാമിലാണോ? കിലോഗ്രാമിലാണോ? ഒരു കിലോഗ്രാം ഇത് ടെക്സ്റ്റൈൽ എന്നാണോ നമ്മൾ പറയുന്നത്, കോസ്റ്റ് യൂണിറ്റ് നമ്മൾ പറയുന്നത്? ടണ്ണിലാണോ പറയുന്നത്, പെർ സെറ്റിലാണോ പറയുന്നത് അല്ലേ? ആൻസർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ടേബിൾ ഫോമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർ മീറ്റർ ആണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് പെർ മീറ്റർ ആണ്. ഇത്രയുമാണ് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വേറൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെയായിരിക്കും. നമസ്കാരം.